ഇത് റിപ്പീറ്റഡ് ആയിട്ട് കമൻറ്റുകളിൽ ഒരുപാട് പേര് ചോദിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു വിഷയം എടുക്കുന്നത്. നമുക്ക് UAE ഇപ്പോൾ വരുമ്പോൾ നമ്മുടെ കയ്യിൽ ക്യാഷ് 1 ലക്ഷം കരുതണോ, 3000 കരുതണോ, അത് ബൈ ഹാൻഡ് കരുതണോ, കാർഡിൽ മതിയോ, ബാങ്കിൽ മതിയോ, അങ്ങനെയുള്ള നിരവധി സംശയങ്ങൾ. ഈ ഒരു കാര്യം ആളുകൾക്ക് എത്ര പറഞ്ഞു കൊടുത്തിട്ടും നമുക്ക് വീണ്ടും സംശയം മാറുന്നില്ല. എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ക്യൂരിയോസിറ്റി കൊണ്ടായിരിക്കും റിപ്പീറ്റഡായി ചോദിക്കുന്നത്. അപ്പോൾ അതാണെന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഈ നിയമത്തിനകത്ത് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ എപ്പോഴത്തെ പോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവർ നിങ്ങൾ ചാനലിൻ്റെ അകത്ത് പ്ലേലിസ്റ്റുകൾ ചെക്ക് ചെയ്യുക. അതിനകത്ത് UAE ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ എന്നുള്ളൊരു സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ഇത്തരത്തിലുള്ള UAEയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ തരത്തിലുള്ള സംശയങ്ങളും ദൂരീകരിക്കാൻ ഉപകരിക്കുന്നു വിശ്വസിക്കുന്നു. കണ്ടു നോക്കുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് വിഷയത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ കയ്യിൽ ഈ കരുതേണ്ട ക്യാഷ് കരുതണം എന്ന് പറയുന്നത് നമുക്കിവിടെ ചിലവിന് വേണ്ടിയിട്ടുള്ള പൈസയാണ്. അത് UAEക്ക് നമ്മുടെ ഫീസ് അടയ്ക്കുന്നതോ അത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള പൈസയല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾ ടൂറിസ്റ്റായിട്ട് ഈ രാജ്യത്തേക്ക് വരുമ്പോൾ ഈ രാജ്യത്ത് നിങ്ങൾക്ക് ചിലവിനുള്ള പൈസ, നിങ്ങൾക്ക് ആരെയും ബുദ്ധിമുട്ടിക്കാതെ നിങ്ങളുടെ സ്വന്തം ചിലവിനുള്ള പൈസ ഇവിടെ ചിലവഴിക്കാനുള്ള സിറ്റുവേഷനിൽ നിങ്ങളുടെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലുണ്ടെന്ന് തെളിയിക്കാൻ പറ്റിയാൽ മതി. അത് ഏത് രീതിയിലാക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഇന്ത്യൻ രൂപയായിട്ടാണോ, പ്രശ്നമില്ല. ദിർഹമാണോ, കുഴപ്പമില്ല. അത് നിങ്ങളുടെ അക്കൗണ്ടിലുണ്ടോ, അക്കൗണ്ട് ബാലൻസ് കാണിക്കാൻ പറ്റും, കുഴപ്പമില്ല. ക്രെഡിറ്റ് കാർഡിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഓൺലൈൻ ബാങ്കിങ് ഉപയോഗിച്ച് ക്രെഡിറ്റ് കാർഡിൻ്റെ അകത്തുള്ള ബാലൻസ് കാണിക്കുക. ഇങ്ങനെ ഏത് വിധേനയും നിങ്ങൾക്ക് അത് കാണിച്ചു കൊടുത്തിട്ട് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് യാതൊരു ഹസൽസും ഇല്ലാതെ ഇങ്ങോട്ട് കയറി വരാൻ പറ്റുന്നുണ്ട്. അതിനകത്ത് ഈ പറഞ്ഞത് എല്ലാ ആളുകളോടും ചോദിക്കുന്നൊന്നുമില്ല. ചിലപ്പോൾ നിങ്ങളോടായിരിക്കാം ചോദിക്കുന്നത്. ചോദിച്ചാൽ നിങ്ങളത് കാണിക്കാൻ ബാധ്യസ്ഥരുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ഒരു രീതി പിൻപറ്റാൻ ശ്രമിക്കുക. നിങ്ങളുടെ ചിലവിന് നിങ്ങൾക്കുള്ള പൈസ നിങ്ങൾ ആ സമയത്ത് നിങ്ങളുടെ ബാങ്കിലിട്ട് വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കാണിച്ചു കൊടുക്കുക. അതല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വയ്ക്കുക, അത് കാണിച്ചു കൊടുക്കുക. ഈ ഒരു രീതിയിൽ ഈ പൈസ നിങ്ങൾക്ക് തന്നെ ചിലവാക്കാനുള്ള പൈസയാണെന്നുള്ള കാര്യം ഓർത്തിട്ട് അതൊരു വലിയൊരു ബാധ്യതയായി വരുന്നൊരവസ്ഥ അല്ല എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് എല്ലാവർക്കും സുഖമായിട്ട് കടന്നു വരാം. ഇപ്പോൾ ഒരുപാട് പേർക്ക് വിസ ഇഷ്യൂ ആവുന്നുണ്ട്. കാര്യം എല്ലാവരും ഡോക്യുമെൻറ്റേഷനൊക്കെ കറക്റ്റ് ആയതുകൊണ്ട് ഹോട്ടൽ ബുക്കിംഗ് ആയാലും അതുപോലെ തന്നെ നമ്മുടെ റിട്ടേൺ ടിക്കറ്റ് ആയാലും എല്ലാം കറക്റ്റായിട്ട് പക്കയായിട്ട് വിസ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ അതിനകത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ വിസ ഇഷ്യൂ ആവുന്നതിനകത്ത് യാതൊരു ഡിലേ ഇല്ലാതെ ഒരുപാട് പേർക്ക് കിട്ടുന്നുണ്ട്. അപ്പോഴും ചില ആളുകൾക്ക് ഡിലേ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻസൈഡ് ദ കൺട്രീനകത്തും ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു ഇതെല്ലാം കിട്ടുന്നുണ്ട്. അതുപോലെ ഒമാൻ വഴി ഒരുപാട് പേര് വിസ റിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ വിസിറ്റ് വിസയുമായിട്ട് ഒരുപാട് സംശയങ്ങൾ, നിരവധി കമൻറ്റുകൾ കിട്ടുന്നതുകൊണ്ടാണ് ഈ വിഷയം വീണ്ടും പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വിസിറ്റ് വിസയുമായി ബന്ധപ്പെട്ടുള്ള ഏകദേശം കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. ഇത്തരത്തിലുള്ള നിരവധി വീഡിയോകളായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.